ഒളിമ്പിക്സ് മെഡലുമായി നാട്ടിലെത്തിയ ഹോക്കി താരം PR ശ്രീജേഷ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ സ്വീകരണമാണ് അല്പം മുമ്പ് ഒരുക്കിയത്. സർക്കാരും സ്പോർട്സ് കൗൺസിലും ഒളിമ്പിക് അസോസിയേഷനും ചേർന്നായിരുന്നു ഈ സ്വീകരണ പരിപാടി. സ്വീകരണത്തിലും ആദരവിലും സന്തോഷമെന്ന് PR ശ്രീജേഷ് പ്രതികരിച്ചു. കേരളത്തിൽ ഹോക്കിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ സൗകര്യങ്ങൾ വേണമെന്നും PR ശ്രീജേഷ് പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. ഒരു സ്പോർട്സ് താരം എന്താ പറയുക, അവസാന ടൂർണമെന്റ് കളിക്കാൻ പോകുന്നു. ടൂർണമെന്റ് നന്നായി കളിച്ചു, അതും ഒളിമ്പിക്സ് പോലൊരു വേദിയിൽ ഒരു മെഡലുമായിട്ട് തിരിച്ചു വരുന്നു. എന്താ പറയുന്നത്, ഇതുപോലെ ഊഷ്മളമായിട്ടുള്ള സ്വീകരണം ഇതിൽ കൂടുതൽ എന്താ പറയുക ഒരു സ്പോർട്സ് താരം എന്ന നിലയിൽ ഒന്നും ആഗ്രഹിക്കാനില്ല. സത്യമാണത്. വളരെയധികം സന്തോഷമുണ്ട്, വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഇത് ചെറുപ്പക്കാർക്കുള്ള അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്കുള്ള ഒരു ഇൻസ്പിറേഷനാണ്. കാരണം നാളത്തെ തലമുറ ഒരു സ്പോർട്സ് എന്തിനെടുക്കണമെന്ന് തോന്നുമ്പോൾ ഇതുപോലുള്ള ആദരവുകളാണ് അവർക്ക് ഓർമ്മ വരേണ്ടത്. കാരണം ഞാനൊക്കെ ചെറുപ്പത്തിൽ ഉഷ ചേച്ചിനെ കാണുന്നതും അത് കണ്ടിട്ടാണ് അല്ലേ. എപ്പോഴും ഉഷ ചേച്ചിയുടെ ഫോട്ടോ കാണുമ്പം കഴുത്ത് നിറച്ച മെഡലും അതിനേക്കാളും കൂടുതൽ പൂക്കളുമായിട്ടാണ് ഉഷ ചേച്ചി എല്ലാം വന്നിറങ്ങുന്നത്. അപ്പം അതാണ് എല്ലാവരും സ്വപ്നം കാണുന്നത്. ഒളിമ്പിക്സിന് പോകണം, ഒളിമ്പിക്സിൽ ജയിക്കണം, ഏഷ്യൻ ഗെയിംസിന് പോകണം, ഏഷ്യൻ ഗെയിംസിന് മെഡൽ വാങ്ങണം. ആ സ്വപ്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനോഹരത കൂടുന്നത് ഇതുപോലുള്ള സ്വീകരണങ്ങൾ കിട്ടുമ്പോഴാണ് അല്ലേ. കാരണം വെച്ചാൽ നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നു, അവിടെ പോയി മെഡൽ ജയിക്കുന്നു. അത് നമുക്ക് വേണ്ടി മാത്രമല്ല, ഈ നാടിന് വേണ്ടിയിട്ടാണ്, ഈ നാട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പം ആ ഒരു സന്തോഷത്തിൽ അവരോട് ചേരുമ്പോൾ, അവരെല്ലാവരോടെ ചേർന്ന് ഇതുപോലുള്ളൊരു സ്വീകരണം ഒരുക്കുമ്പോൾ ഉറപ്പായിട്ടും ഒരു കേക്കിന് മേളൊരു എന്താ പറയുന്നത്, ചെറിയ കേക്ക് എന്ന് പറയത്തില്ലേ, അതുപോലെയാണ്. ഇതിന് മധുരം ഇരട്ടിയാണ്. പാരീസിൽ നമ്മുടെ മെഡൽ തിളക്കം PR ശ്രീജേഷ് അല്പം മുമ്പാണ് കളമശ്ശേരിയിൽ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചേർന്ന്. അവിടെ നിന്ന് സ്വീകരണം, വലിയ സ്വീകരണമാണ് ഒരുക്കിയത്. അതിനുശേഷം അവിടെ നിന്ന് സ്വീകരിച്ച് കൊണ്ടുപോകുന്ന അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് കണ്ടത്. വരും തലമുറയ്ക്ക് ആവേശം പകരാൻ തൻ്റെ ഈ പ്രകടനങ്ങൾക്ക് കഴിയുമെന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിൻ്റെ വാക്കുകളുണ്ട്. രാഗിനാണ് വിവരങ്ങളുമായി. രാഗൻ, ഒരു യഥാർത്ഥ ഹീറോയുടെ വിരമിക്കൽ കൂടിയായിരുന്നു പാരീസിൽ നമ്മൾ കണ്ടതെങ്കിൽ ഈ മെഡൽ നേട്ടം എന്നെന്നും ഓർക്കുന്നതുമാണ്. മാത്രമല്ല, ഇന്ത്യയിലെയോ കേരളത്തിലെയോ മികച്ച കളിക്കാരൻ എന്നതിനപ്പുറത്തേക്ക് രാജ്യാന്തര തലത്തിലെ ഏറ്റവും മികവാർന്ന ഹോക്കി പ്ലെയർ എന്ന നിലയിലേക്ക് ശ്രീജേഷ് ഉയർത്തപ്പെട്ടതിന് ശേഷമാണ് ഇപ്പോൾ ജന്മനാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളും ഒപ്പം അവിടെയുള്ള സ്വീകരണത്തിൻ്റെ മറ്റു വിവരങ്ങളും. രതീഷ്, തീർച്ചയായും ഒളിമ്പ്യൻ PR ശ്രീജേഷിന് വമ്പൻ സ്വീകരണം തന്നെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഒരുക്കിയിരുന്നത്. MLA മാരും അതോടൊപ്പം തന്നെ മറ്റ് ബന്ധപ്പെട്ട ആളുകളുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. PR ശ്രീജേഷ് ഇപ്പോൾ ജന്മനാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് തുറന്ന ജീപ്പിൽ അദ്ദേഹം നേരെ പോകുന്നത് UP കോളേജിലേക്കാണ്. അവിടെയും അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. തുടർന്ന് അവിടെ നിന്ന് ജന്മനാട്ടിലേക്ക് പോകും. എല്ലാ ഇടങ്ങളിലും സ്വീകരണങ്ങൾ ഉണ്ടാകും. വലിയ സ്വീകരണം തന്നെയാണ് PR ശ്രീജേഷിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുള്ളത്. സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ഹോക്കിയുടെ അഭിമാന താരമാണ് PR ശ്രീജേഷ്. മാത്രമല്ല, ഈ ഒളിമ്പിക്സിലെ വെങ്കല നേട്ടം, ആ നേട്ടവും വലിയ കരുത്ത് തന്നെയാണ് ഹോക്കി ഇന്ത്യക്ക് പകർന്നിരിക്കുന്നത്. മാത്രമല്ല, ഹോക്കി ഇന്ത്യ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ആധുനിക ഇന്ത്യൻ ഹോക്കിയുടെ ദൈവം എന്നതാണ്. അതും അങ്ങനെ ആ രീതിയിലുള്ളൊരു വിശേഷണമാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, 16-ാം നമ്പർ ജേഴ്സി, ആ ജേഴ്സി പിൻവലിച്ചിരിക്കുകയാണ് അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ട്. മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു പുതിയ ചുമതല കൂടി അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. അതായത് ജൂനിയർ ടീമിനെ നയിക്കുക എന്നത്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ട്. മാത്രമല്ല, വിരമിച്ചതോടുകൂടി ഒരു വൈകാരികമായിട്ടുള്ള ഒരു എലമെന്റ് കൂടി ഇതിൽ വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങളാണുള്ളത്. എന്തായാലും വലിയ സ്വീകരണം PR ശ്രീജേഷിന് നാടൊരുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലും അക്കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ശരി, അഭിമാന താരത്തിന് ഊഷ്മളമായ വരവേൽപ്പാണ് ജന്മനാട് ഏർപ്പെടുത്തിയിരുന്നത്. അതിൻ്റെ കാഴ്ചകൾ അവിടെ നിന്നുള്ള ശ്രീജേഷിൻ്റെ സന്തോഷം നിറഞ്ഞ പ്രതികരണമൊക്കെയാണ് നമ്മൾ കണ്ടത്. ഭാവി കായിക കേരളത്തിനും രാജ്യത്തിനുമൊക്കെ ഊർജം പകരുന്ന വലിയ വിജയത്തിന് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ പാരീസിൽ നിന്ന് തിരികെ എത്തിയത്.